ഗോപാലകൃഷ്ണന്റെ മാധ്യമങ്ങളോട് സംസാരിച്ച ക്ലിപ്പ് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത്. ഹരിയാനയിലെ വോട്ട് കൊള്ളയെക്കുറിച്ച് രാഹുൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കേരളത്തിൽ നിന്നുള്ള BJP നേതാവ് B. ഗോപാലകൃഷ്ണന്റെ വീഡിയോയും പ്രദർശിപ്പിച്ചു. ജമ്മു കശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുമെന്ന പ്രസ്താവനയാണ് പ്രദർശിപ്പിച്ചത്. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കള്ളവോട്ട് വ്യാപകമായിരുന്നു എന്ന ആരോപണങ്ങളോടായിരുന്നു B. ഗോപാലകൃഷ്ണന്റെ ആ പ്രതികരണം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. He's saying it. He knows it. And we've proved it. B. ഗോപാലകൃഷ്ണന്റെ പ്രതികരണം അദ്ദേഹം എത്രത്തോളം ഗൗരവത്തോടു കൂടി പറഞ്ഞതാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാൽ പോലും അത് ദേശീയ തലത്തിൽ വോട്ട് ചോരിയുടെ ഭാഗമായി അത് ഉന്നയിക്കപ്പെടുകയാണ്. മാത്രമല്ല രാഷ്ട്രീയ നേതാക്കൾ എത്രത്തോളം ഗൗരവത്തോടെ ആയിരിക്കണം ഈ വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പോഴാണ് അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത്. അത് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളന വേദിയിൽ പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്തു. 2 കോടി മൊത്തം വോട്ട്, 25 ലക്ഷം വോട്ട് ചോരി, അതായത് 8-1 ഫേക്ക് വോട്ടാണ് ചെയ്യപ്പെട്ടത് ഹരിയാനയിൽ എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത്. അതിന് തെളിവുകളായാണ് ബ്രസീലിയൻ മോഡലിലെ അടക്കം 22 ഇടങ്ങളിൽ 22 പേരുകളിൽ സ്വീറ്റി, സ്വാതി, സരസ്വതി, സീമ തുടങ്ങിയ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പേരുകളിലൊക്കെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയോടൊപ്പം ചേർന്ന് കോൺഗ്രസ് ജയിക്കില്ല എന്ന്, BJP ജയിക്കുമെന്ന് പോലുമല്ല, കോൺഗ്രസ് ജയിക്കില്ല എന്ന് ഉറപ്പുവരുത്തിയെന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത്. P. ബസന്ത് നമ്മളോടൊപ്പം തുടരുകയാണ്. 5.21 ലക്ഷം ഇരട്ട വോട്ടുകൾ ഉണ്ടായി എന്ന ആരോപണമാണ് മുന്നോട്ട് വെക്കപ്പെടുന്നത്. 93,000 വ്യാജ അഡ്രസ്സുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നു. 0 എന്നൊക്കെ വീട്ടു നമ്പർ വെക്കുന്നത് ഈ കള്ള വോട്ട് ഇറങ്ങി പുറപ്പെട്ട ആളുകൾ പിന്നീട് തിരിച്ചറിയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. 19,026 ബൾക്ക് വോട്ടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നേരത്തെ P. ബസന്ത് പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ ശുദ്ധീകരണത്തിലുള്ള ആഹ്വാനം രാഹുൽ ഗാന്ധി നടത്തുകയാണ്. ഈ നാട്ടിലെ യുവജനങ്ങൾ, ഈ നാട്ടിലെ ജെൻസി ഈ വിഷയത്തെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. പക്ഷേ ജനാധിപത്യപരമായ രീതിയിൽ എന്നത് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇനി രാഹുൽ ഗാന്ധി സായുധ അട്ടിമറിക്ക് ആഹ്വാനം ചെയ്യുന്നു എന്ന വിമർശനം പോലും ഒരു പക്ഷേ അപ്പുറത്തുനിന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, ജനാധിപത്യപരമായി ഇതിൽ യുവജനങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ബീഹാറിലെ ഒഴിവാക്കിയ വോട്ടർമാർ അദ്ദേഹത്തിനൊപ്പം ആ വേദിയിൽ അണിനിരക്കുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. തങ്ങൾ ഒഴിവാക്കപ്പെട്ട രീതി എങ്ങനെയാണ് എന്ന കാര്യത്തിൽ വോട്ട് നിഷേധിക്കപ്പെട്ടവരുടെ വിമർശനം ആ വേദിയിൽ ഉയർന്നു കേൾക്കുന്നതും നമ്മൾ കണ്ടു. പിന്നീട് അദ്ദേഹം രാജ്യം എമ്പാടുമുള്ള ആളുകൾക്ക് മനസ്സിലാകാനും കേൾക്കാനും വേണ്ടി ഹിന്ദിയിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ബ്രസീലിയൻ മോഡലിനെ ബന്ധപ്പെടാൻ താൻ പിന്നീട് ശ്രമിച്ചു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ടായിരുന്നു. അവരുടെ ഫേസ്ബുക്ക് പേജ് അടക്കം, പ്രൊഫൈൽ അടക്കം വിശദമാക്കിക്കൊണ്ട് അവരുടെ ഫോട്ടോ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റയിലുള്ള ഫോട്ടോയും അവരുടെ ഫേസ്ബുക്ക് പേജിലെ ഫോട്ടോയും താരതമ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി ആ വിമർശനം ആവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നതും പ്രധാനമാണ്. ബീഹാറിലെ ജമുനയിലെ വോട്ടർമാരെയാണ് അദ്ദേഹം ഹാജരാക്കിയത്. വോട്ട് നിഷേധിക്കപ്പെട്ടവന്റെ ശബ്ദം, ഈ SIRലൊക്കെ വലിയ പ്രചാരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നതിനിടയിൽ വോട്ട് നിഷേധിക്കപ്പെട്ട ഒരാളുടെ ശബ്ദം രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ ഇന്ത്യ കേൾക്കുകയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് വോട്ട് നിഷേധിക്കപ്പെട്ടവന്റെ പേരുകൾ, വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായിരുന്നത്. വോട്ട് നിഷേധിക്കപ്പെട്ട ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു പൗരന്റെ ശബ്ദം ആ വേദിയിൽ ഉയർന്നു കേട്ടു എന്നത് ഏറ്റവും പ്രധാനമാണ്. P. ബസന്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, അങ്ങനെ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും താൻ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ടി വരും എന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. വോട്ട് ചോരി, സർക്കാർ ചോരി ആവർത്തിക്കപ്പെടുമെന്ന് രാഹുൽ ഗാന്ധിയുടെ മുന്നറിയിപ്പ്. മാധു, ഇത് 2 രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്നുകിൽ ബീഹാറിൽ പരാജയപ്പെടുന്നു എന്നുള്ള ഒരു സൂചന രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടോ എന്നുള്ളൊരു സംശയം വിവിധ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇത് വലിയ തോതിലുള്ള വോട്ട് ഒഴിവാക്കൽ ബീഹാറിൽ നടന്നു എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ജമുയി മണ്ഡലത്തിൽ നിന്നുള്ള വോട്ടർമാരെയാണ് ഇന്ന് ഹാജരാക്കിയ 69 ലക്ഷം പേരുടെ വോട്ടുകളാണ് അവിടെ നിന്നും ഒഴിവാക്കിയത്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
കമ്മീഷൻ വൃത്തങ്ങൾ നൽകിയ ഒരു സൂചന പ്രകാരമാണെങ്കിൽ ഇവയെല്ലാം തന്നെ മരിച്ചവരോ മാത്രമല്ല അവിടെ നിന്ന് സ്ഥിരമായി ബീഹാറിൽ നിന്ന് ഒഴിഞ്ഞു പോയവരോ ആണ് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. മാത്രമല്ല എന്യൂമറേഷൻ ഫോം മടക്കി തരാത്ത ഏകദേശം 3.5 ലക്ഷം പേരുണ്ട്. അവർ ആരാണ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, അത് അന്വേഷണ ഏജൻസികൾക്കാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. അപ്പോൾ ഈ ഒഴിവാക്കപ്പെട്ട വോട്ടുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ 4 പേരെ അവതരിപ്പിച്ചത്. അപ്പോൾ ഇവരാരൊക്കെ എന്നുള്ളതാണ്, ഇവർക്ക് വോട്ട് നഷ്ടമായി ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം, ഹരിയാനയിൽ ഇത്തരത്തിൽ വോട്ടിരട്ടിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പട്ടികയിൽ ഇത്തരത്തിൽ ഫോട്ടോയോ അതുപോലെ തന്നെ മറ്റ് അഡ്രസ്സുകളുമൊക്കെ ഇരട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ പട്ടിക പരിശോധന നടക്കുന്ന ഒരു സമയമുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു സമ്മറി റിവിഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ. ആ പ്രക്രിയ സമയത്ത് ഈ കോൺഗ്രസിൻ്റെ തന്നെ ബൂത്ത് ലെവൽ ഏജന്റുമാർ എന്തു ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്ന ചോദ്യം. അതായത് പട്ടിക പരിശോധന സമയത്ത് ബന്ധപ്പെട്ടൊക്കെ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ എന്തു ചെയ്യുകയായിരുന്നു കോൺഗ്രസിന്റെ സംവിധാനം എന്നുള്ള ചോദ്യം BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ചോദിച്ച ഒരു ചോദ്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാനുള്ള തീരുമാനം പിന്നീട് എടുക്കുന്നതുമൊക്കെ രാഹുൽ ഗാന്ധി വിമർശനത്തിന് വിധേയമാക്കുകയും ചെയ്തിരുന്നു. അത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനപ്രകാരമാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിപ്പോ അതുകൊണ്ടാണല്ലോ ഈ സത്യവാങ്മൂലം കൊടുക്കാതെ വാർത്താ സമ്മേളനം വിളിച്ച് രാഷ്ട്രീയമായതിനെ നേരിടാൻ രാഹുൽ തീരുമാനിക്കുന്നത്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ വരുന്ന രേഖാമൂലമുള്ള പരാതികൾക്ക് മാത്രമേ അവർ മറുപടി നൽകാറുള്ളൂ. രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടി അവർ മറ്റു തരത്തിലാണ് നൽകുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഒന്ന്, ബൂത്ത് ലെവൽ ഏജന്റുമാർ എന്തുകൊണ്ട് പട്ടിക പരിശോധനാ സമയത്ത് ഇത് നൽകിയില്ല എന്നുള്ളത്. 2, ബൂത്തുകളിൽ ഇരിക്കുന്ന പോളിംഗ് ഏജന്റുമാരുണ്ട്, അതായത് ഓരോ പാർട്ടിക്കുമുള്ള പോളിംഗ് ഏജന്റുമാർ ഇത്തരത്തിൽ കള്ള വോട്ട് വരികയാണെങ്കിൽ എന്തുകൊണ്ട് അത് കണ്ടെത്തിയില്ല എന്നുള്ളത്. 3, ആകെ 22 ഹർജികൾ മാത്രമാണ് ഹൈക്കോടതികൾ തെരഞ്ഞെടുപ്പ് ഹർജികൾ ഉള്ളത് എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ വെച്ചാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ പ്രതികരണം വന്നിട്ടുള്ളത്. ഏതായാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഒരു മണ്ഡലം മാത്രമല്ല, ഒരു സംസ്ഥാനം തന്നെ പൂർണ്ണമായും ഈ തരത്തിൽ വ്യാജ വോട്ടുകൾ വഴി BJP കവർന്നെടുത്തു അല്ലെങ്കിൽ തട്ടിയെടുത്തു എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതായത് അഭിപ്രായ വോട്ടുകൾ ഞങ്ങൾ മുന്നിലായിരുന്നു, തപാൽ വോട്ടുകൾ എണ്ണുന്ന ഘട്ടത്തിലും ഞങ്ങൾ മുന്നിലായിരുന്നു. പക്ഷേ വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു കാഴ്ച വരുന്നു എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ ഇത്തരത്തിലുള്ള വോട്ടാണ് അല്ലെങ്കിൽ കള്ള വോട്ടുകളാണ്, വ്യാജ വോട്ടുകളാണ് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അതിലെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഒരേ ആളുടെ ഫോട്ടോ വെച്ച് തന്നെ നിരവധി ബൂത്തുകളിൽ വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കുന്നു. ഹൗസ് നമ്പർ 0 എന്ന് പറഞ്ഞുകൊണ്ട് പലയിടത്തും 100ഉം 50ഉം വോട്ടുകൾ ചേർക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഹൗസ് നമ്പർ 0 എന്ന് പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്ന ഒരു ആരോപണം തന്നെയാണ്. അന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മറുപടി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റികളോ അല്ലെങ്കിൽ പഞ്ചായത്തുകളോ വീട്ടു നമ്പർ നൽകാത്ത ആ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഹൗസ് നമ്പർ 0 എന്ന് ഞങ്ങൾ രേഖപ്പെടുത്താറുണ്ട് എന്നുള്ളൊരു മറുപടിയാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. അപ്പോൾ ഏതായാലും ഈ മഹാദേവപുര തന്നെ അതുപോലെ തന്നെ അലാന്തിൽ പോലെ തന്നെ 100 കണക്കിന് വോട്ടുകൾ ഒരേ അഡ്രസ്സിൽ ചേർത്തിട്ടുള്ള നിരവധി വിവരങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പങ്കുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ആവർത്തിച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടിക്ക് BJPയും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൽ മറ്റൊരു ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൊത്തത്തിൽ കോംപ്രമൈസ്ഡ് ആണ് എന്നുള്ളതാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചേർന്നുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് തകർക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം ഇന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ജയിക്കരുത് എന്ന് ഉറപ്പിക്കാൻ BJPയുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്ന ആരോപണമാണ് ചിത്രമടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷന് നേരെ ഉയർത്തുന്നത്. അതായത് ഒരു രാഷ്ട്രീയ സഖ്യകക്ഷിയായി ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചു എന്ന ഗുരുതരമായ ആരോപണം. തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു 2 മണ്ഡലങ്ങളോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനമോ മാത്രമല്ല, ഈ രാജ്യത്ത് തന്നെ നടന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഇത്തരത്തിലൊരു സംഘടിതമായ വോട്ട് കവർച്ചയുടെ ഭാഗമാണ് എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത് നിയമപരമായി തിരഞ്ഞെടുക്കപ്പെട്ട തലത്തിലല്ല എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. അതായത് മോദിയുടെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെയും തസ്തികകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇവർ രണ്ടുപേരും അധികാരത്തിൽ തുടരുന്നതിന് യാതൊരുവിധ നിയമപരമായ അടിത്തറയും ഇല്ല എന്നുള്ള വലിയൊരു ആരോപണം ഉന്നയിക്കുന്നു. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെൻ സിയോടുള്ളൊരു ആഹ്വാനമുണ്ട്. ഇത് നിങ്ങൾ തിരിച്ചറിയണം, ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം. ആ പ്രതികരണം ജനാധിപത്യപരമായ തലത്തിലായിരിക്കണം എന്നുള്ളൊരു റൈഡർ കൂടി അല്ലെങ്കിൽ ഒരു കൂട്ടിച്ചേർക്കൽ കൂടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതായത് നമ്മൾ കണ്ടതാണ് ബംഗ്ലാദേശിലും നേപ്പാളിലുമൊക്കെ ഈ പുതിയ തലമുറ യുവതലമുറ രംഗത്തിറങ്ങിയ ഒരു അധികാര മാറ്റത്തിന് വഴിവെച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് നമ്മുടെ മുന്നിൽ. അപ്പോൾ അത്തരത്തിൽ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഹ്വാനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ട്. അത് പക്ഷേ ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിഷേധമായിരിക്കണം എന്നുള്ളൊരു ആഹ്വാനം കൂടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. നാളെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടം നടക്കുന്നു. ഈ 121 സീറ്റുകളിൽ BJPയും അതുപോലെ തന്നെ മഹാഗഠബന്ധനും അതായത് RJDയും കോൺഗ്രസും വലിയ തോതിൽ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞത് ബീഹാറിലും സമാനമായ തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. അതിൻ്റെ ഒരു സൂചന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ജമ്മുവിലെ 4 വോട്ടർമാരെ പ്രദർശിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം 69 ലക്ഷം പേരെ മാറ്റിയപ്പോഴും SIRൻ്റെ പരിഷ്കരണ സമയത്തും ഒക്കെ തന്നെ കോൺഗ്രസ് ഒരു പരാതി പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട അപ്പീലുകളുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. RJD നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്, CPI ML നൽകിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പരാതി പോലും ഈ വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് നൽകിയിരുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.